ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കുടുംബവിചാരത്തിൻ്റെ പുതിയ പതിപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ വാക്കിൻ്റെ ശക്തിയെക്കുറിച്ചാണല്ലോ നാം മനസ്സിലാക്കാൻ ശ്രമിച്ചത്. വാക്ക് എന്നത് ആശയവിനിമയത്തിൻ്റെ ഒരു ഉപാധികളിലൊന്നാണ്. ഇന്ന് നാം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് കുടുംബജീവിതത്തിൽ ആശയവിനിമയത്തിൻ്റെ ശക്തി എന്നതിനെക്കുറിച്ചാണ്. ദ പവർ ഓഫ് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഇൻ ഫാമിലി ലൈഫ്. കുടുംബജീവിതത്തിൽ ആശയവിനിമയത്തിൻ്റെ ശക്തി. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യത്തിൽ പൗലോസ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നിങ്ങളുടെ വാക്കുകൾ, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം കൃപയോടു കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തുന്നതും ആയിത്തീരട്ടെ എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. യാക്കോബ് ശ്ലീഹായും സമാനമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഏതു മനുഷ്യനും കേൾക്കുവാൻ വേഗതയും പറയുവാൻ താമസവും കോപത്തിന് താമസവും ഉള്ളവനായിരിക്കണം. തീർച്ചയായും നമുക്കറിയാം, നമ്മുടെ ഭവനങ്ങൾ പണിയപ്പെടുന്നത് ഭൗതികമായ വസ്തുക്കൾ കൊണ്ടല്ല. എന്നാൽ ഭവനങ്ങൾ പണിയപ്പെടുന്നത് ആശയവിനിമയത്തിലൂടെയാണ്. ശരിയായ ആശയവിനിമയമാണ് നമ്മുടെ ഭവനങ്ങളെ പണിയുന്നതിന് ഇടയായിത്തീരുന്നത്. ഇന്ന് ലോകത്തിൽ കുടുംബങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ പലപ്പോഴും കുടുംബജീവിതത്തിൽ ഗുണമേന്മ കുറയുന്നതിൻ്റെ അടിസ്ഥാനം സ്നേഹക്കുറവല്ല, എന്നാൽ ആശയവിനിമയത്തിൻ്റെ കുറവാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ശരിയായ ആശയവിനിമയത്തിൻ്റെ അഭാവമോ ശരിയായ ആശയവിനിമയം ഭംഗിയായി നിർവഹിക്കാത്തതോ ഒക്കെ കുടുംബജീവിതത്തിൻ്റെ ഗുണമേന്മയെ കുറയ്ക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ജീവിത പങ്കാളികൾ തമ്മിൽ പരസ്പരം ആശയവിനിമയം നടക്കുകയും തലമുറകളോട് ശരിയായ കമ്മ്യൂണിക്കേഷൻ നടത്തപ്പെടുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ഭവനങ്ങൾ അനുഗ്രഹീതമായ ഭവനങ്ങളായി തീരാനായിട്ട് സാധിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ എന്ന പദം ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് ഉണ്ടായത്. കമ്മ്യൂണിക്കേർ എന്ന പദത്തിൽ നിന്നാണ് ആ കമ്മ്യൂണിക്കേഷൻ എന്ന പദം രൂപപ്പെട്ടത്. അതിനർത്ഥം ടു ഷെയർ, ടു മേക്ക് കോമൺ, ടു കണക്റ്റ് എന്നൊക്കെയാണ്. പങ്കുവയ്ക്കുക, ബന്ധിപ്പിക്കുക, ഒരുമയിലേക്ക് നയിക്കുക എന്നതാണ്. അതുകൊണ്ട് ആശയവിനിമയം എന്നത് വെറും കാര്യം പറച്ചിലിന്, സംസാരത്തിനപ്പുറം പരസ്പരം ഹൃദയങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു വലിയ ആത്മീയ ശക്തിയുള്ള പ്രക്രിയയാണ്. എന്തൊക്കെയാണ് ആശയവിനിമയം കുടുംബജീവിതത്തിൽ നിർവഹിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ഒന്നാമതായി, ഫലപ്രദമായ ആശയവിനിമയം വിശ്വാസവും ഐക്യവും ഉളവാക്കുന്നു എന്നതാണ്. ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ബിൽഡ്സ് ട്രസ്റ്റ് ആൻഡ് യൂണിറ്റി. യാക്കോബ് ശ്ലീഹ 1-ാം ലേഖനം 1-ാം അധ്യായം 19-ാം വാക്യത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നുണ്ട്: ഏതു മനുഷ്യനും കേൾക്കുവാൻ വേഗതയും പറയുവാൻ താമസവും. കേൾക്കുക എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന അതിൻ്റെ മൂലപദത്തിൻ്റെ അർത്ഥം ശ്രദ്ധയോടെ കേൾക്കുക, മനസ്സിലാക്കുവാൻ കേൾക്കുക, ഉൾക്കൊള്ളുവാൻ കേൾക്കുക എന്നൊക്കെയാണ്. സംസാരിക്കുക എന്ന പദത്തിൻ്റെ എന്ന വാക്കിൻ്റെ മൂലപദത്തിലെ അർത്ഥം ഉദ്ദേശപൂർവം ബന്ധം വളർത്തുന്ന രീതിയിൽ ആശയങ്ങൾ പങ്കുവയ്ക്കുക എന്നതാണ്. അതുകൊണ്ട് ഒരു ഭവനത്തിലെ വാക്കുകൾ പരസ്പരം ശ്രദ്ധയോടെ മനസ്സിലാക്കുന്നതിന്, ഉൾക്കൊള്ളുന്നതിന്, ആശയങ്ങൾ പങ്കുവയ്ക്കുന്നതിന് ആത്മാർത്ഥതയോടെ ആകണം എന്നതാണ് ഓർമ്മപ്പെടുത്തൽ. കാൾ റോജേഴ്സ് എന്ന മനഃശാസ്ത്രജ്ഞൻ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്: ആത്മാർത്ഥമായി കേൾക്കപ്പെടുന്നത് മനുഷ്യൻ്റെ ഏറ്റവും വലിയ മാനസികമായ ആവശ്യങ്ങളിലൊന്നാണ് എന്ന് കാൾ റോജേഴ്സ് തൻ്റെ അനുഭവങ്ങളിൽ നിന്ന് നമ്മോട് സംവേദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു വ്യക്തിക്ക് തീർച്ചയായും തന്നെ ഒരാൾ കേൾക്കണം, മനസ്സിലാക്കണം എന്നത് അടിസ്ഥാനപരമായ ആവശ്യങ്ങളിലൊന്നാണ്. കുടുംബത്തിൻ്റെ വിശ്വാസത്തിൻ്റെ അടിത്തറ എന്നത് തന്നെ ഒരു ആക്റ്റീവ് ലിസണിംഗ് ആണ്, ശരിയായ കേൾവിയാണ്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായത്തിൽ എമ്മൗസിലേക്ക് പോകുന്ന ശിഷ്യന്മാരോട് ചേർന്ന് നടക്കുന്ന കർത്താവിനെ നമുക്ക് കാണാൻ സാധിക്കും. അവരോടൊപ്പം ചേർന്ന് നടന്ന് യേശു അവരെ ശ്രദ്ധിക്കുകയാണ്, അവരെ കേൾക്കുകയാണ്. അവരുടെ ആശങ്കകൾ, അവരുടെ ഹൃദയത്തിൻ്റെ ഭാരങ്ങൾ ഒക്കെ ശ്രദ്ധാപൂർവം ശ്രദ്ധിക്കുന്ന കർത്താവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും.
തീർച്ചയായും നമ്മുടെ ഭവനത്തിലെ പരസ്പരമുള്ള ആശയവിനിമയം ഏറെ പ്രാധാന്യമുള്ളതാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഭവനത്തിലെത്തുമ്പോൾ സാധാരണയായി മാതാപിതാക്കൾ ചോദിക്കുന്നത് അവരുടെ പഠനത്തെക്കുറിച്ചാണ്. ഇന്ന് ഹോംവർക്ക് ചെയ്തോ, ഇന്ന് എത്ര മാർക്ക് ലഭിച്ചു, ഇന്നത്തെ ടെസ്റ്റ് പേപ്പർ എങ്ങനെ ഉണ്ടായിരുന്നു. എന്നാൽ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാളും പ്രാധാന്യം അവൻ്റെ ആ ദിവസം അനുഭവിച്ച അവൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ, അവൻ കടന്നുപോയ വികാരങ്ങൾ, അതൊക്കെ മനസ്സിലാക്കുക. ഹൗ ഹി ഫീൽ ഓർ ഹൗ ഷീ ഫെൽറ്റ് ഇൻ ഹർ ലൈഫ് ത്രൂ ഔട്ട് ദാറ്റ് ഡേ. ആ ദിവസം എന്തൊക്കെ അനുഭവങ്ങളിലൂടെ കടന്നുപോയി എന്ന് കേൾക്കുന്നത്, ശ്രദ്ധയോടെ കേൾക്കുന്നത് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമാണ്. ഫലപ്രദമായ ആശയവിനിമയം മുറിവുകളെ സൗഖ്യമാക്കുന്നതിന് ഇടയായിത്തീരും. ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഹീൽസ് വൂണ്ട്സ് ആൻഡ് റിസോൾവ് കോൺഫ്ലിക്ട്സ്. ശാന്തമായ ഉത്തരം കോപത്തെ ശമിപ്പിക്കുന്നു, പരുഷമായ വാക്കോ കോപത്തെ ഉണർത്തുന്നു. ഇവിടെ ശാന്തമായ എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന മൂലപദം വളർത്തുന്നത്, ശക്തിപ്പെടുത്തുന്നത് എന്നൊക്കെയാണ്. കോപത്തോടെ ഉള്ളതിന് ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന മൂലപദം വിഷമമുള്ളത്, നശിപ്പിക്കുന്നത് എന്നതാണ്. തീർച്ചയായും നമ്മുടെ ആശയവിനിമയത്തിൽ നാം ഉപയോഗിക്കുന്ന രീതി വളരെ പ്രാധാന്യമുള്ളതാണ്. കുടുംബത്തെക്കുറിച്ച് ഗവേഷണം നടക്കുന്ന ജോൺ ഗോട്ട്മാൻ അദ്ദേഹം തൻ്റെ റിസർച്ചിലൂടെ ഇങ്ങനെ പറയുന്നുണ്ട്: വിജയകരമായ കുടുംബങ്ങളിൽ വിമർശനത്തേക്കാൾ അഭിനന്ദനമാണ് കൂടുതലുള്ളത്. പങ്കാളികൾ തമ്മിൽ പരസ്പരം ബഹുമാനത്തോടെ സംസാരിക്കുമ്പോൾ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകുന്നു. തീർച്ചയായിട്ടും വികാരത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ, സ്നേഹവും കോപവും ഒക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. എന്നാൽ കോപത്തോടെ സംസാരിക്കുന്നത് അപകടകരമാണ്. കൃപയുള്ള ആശയവിനിമയം തീർച്ചയായും ശക്തീകരിക്കുന്നതിന് ഇടയായിത്തീരും. വിവേകപൂർണമായ പങ്കാളികളുടെ സംസാരം, ആശയവിനിമയം തീർച്ചയായും പരസ്പരം വളർത്തുന്നതിന് ഇടയായിത്തീരും. മൂന്നാമതായിട്ട്, ശരിയായ നല്ല ആശയവിനിമയം, ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ട്രാൻസ്മിറ്റ്സ് ലവ് ആൻഡ് ഹോപ്പ് അക്രോസ് ജനറേഷൻസ്. ഫലപ്രദമായ ആശയവിനിമയം സ്നേഹവും പ്രത്യാശയും തലമുറകൾക്ക് നൽകാൻ ഇടയായിത്തീരും എന്നതാണ്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ്ലീഹ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, അതേ, നിങ്ങളുടെ വാക്കുകൾ എപ്പോഴും കൃപയോടു കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തുന്നതും ആയിത്തീരട്ടെ. കൃപയോടു കൂടിയത്, സൗന്ദര്യത്തോടു കൂടിയത്, അനുഗ്രഹത്തോടു കൂടിയത് എന്നതാണ്. രുചി വരുത്തുന്നത്, സംരക്ഷിക്കുന്നത് എന്നതാണ്. അതേ, നമ്മുടെ വാക്കുകൾ സംരക്ഷിക്കുന്നതാകുമ്പോഴാണ് ശക്തി നൽകുന്നത്. തീർച്ചയായും നമ്മുടെ ഭവനങ്ങളിൽ ഉപയോഗിക്കുന്ന ആശയവിനിമയത്തിൽ നന്ദിയുടെ, സ്നേഹത്തിൻ്റെ, ക്ഷമിക്കണം എന്ന് പറയുന്നതിൻ്റെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നതിൻ്റെ ഒക്കെ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ തീർച്ചയായും ശക്തീകരിക്കുന്നതിന് ഇടയായിത്തീരും എന്നതിൽ സംശയമില്ല. ദൈവവചനത്തിൽ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ അവരുടെ ആശയവിനിമയത്തിലൂടെ സൗഖ്യവും പ്രചോദനവും പകരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ ആശയവിനിമയം ശക്തീകരിക്കുന്നതിന്, ധൈര്യപ്പെടുത്തുന്നതിന്, ബലപ്പെടുത്തുന്നതിന് ഇടയായിത്തീരട്ടെ. ക്ഷമിക്കുന്ന ഫോർഗീവിങ് വേർഡ്സ് തീർച്ചയായും നമ്മുടെ ഭവനത്തെ വളർത്തുന്നതിന് ഇടയായിത്തീരും. അഭിനന്ദിക്കുന്ന അപ്രീഷിയേറ്റിംഗ് വേർഡ്സ്, അപ്രീഷിയേറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ നമ്മുടെ കുടുംബത്തെ വളർത്തുന്നതിന് ഇടയായിത്തീരും. ഒരുമിച്ച് ചിലവഴിക്കുന്ന സമയം നമ്മുടെ കുടുംബത്തെ വളർത്തുന്നതിന് ഇടയായിത്തീരും. ഇൻസ്പയർ വൺ അനദർ, പരസ്പരം പ്രചോദിപ്പിക്കുന്നതിന്, ലിസൺ കെയർഫുള്ളി, ശ്രദ്ധയോടെ ശ്രദ്ധിക്കുന്നത് നമ്മുടെ ഭവനങ്ങളിലെ പരസ്പരം പങ്കാളികളെയും തലമുറകളെയും വളർത്തുന്നതിന് ഇടയായിത്തീരും എന്നതിൽ സംശയമില്ല. കേൾക്കുന്നത് എന്നത് തന്നെ സ്നേഹത്തിൻ്റെ തുടക്കമാണ്. സമാധാനത്തോടെ സംസാരിക്കുക എന്നത് തന്നെ മനസ്സിലാക്കലിൻ്റെ അടിത്തറയാണ്. പ്രോത്സാഹിപ്പിക്കുന്ന വാക്കുകൾ തീർച്ചയായും പ്രത്യാശയുടെ വിത്തുകളാണ് നമ്മുടെ ഭവനങ്ങളിൽ ഇടുന്നത്. കുറ്റപ്പെടുത്തലിന് പകരം നമുക്ക് കേൾക്കാം, വിമർശനത്തിന് പകരം പ്രോത്സാഹിപ്പിക്കാം, മൗനത്തിന് പകരം കൂടുതൽ സ്നേഹത്തോടെ ഇടപെടാം. പ്രചോദിപ്പിക്കുന്ന, ശക്തീകരിക്കുന്ന, ധൈര്യപ്പെടുത്തുന്ന, അനുഗ്രഹിക്കുന്ന ആശയവിനിമയം തീർച്ചയായും നമ്മുടെ കുടുംബങ്ങളെ വളർത്തും. അങ്ങനെ വളരുന്ന, ശക്തീകരിക്കുന്ന കുടുംബങ്ങളായി നമുക്ക് തീരാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.